ഈ വീഡിയോയിൽ നമുക്കിനി എങ്ങനെ ഒരു ഇമേജിനെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ഒരു HTML ഫയലിൽ നിന്ന് വേറൊരു HTML ഫയലിലോട്ട് എങ്ങനെ നാവിഗേറ്റ് ചെയ്ത് പോകാം എന്നുള്ളതൊക്കെ നമുക്ക് HTML ലിങ്ക്സ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. സോ ആദ്യം നമുക്കൊരു ഇമേജ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം. സോ അതിനായിട്ട് ഞാൻ നമ്മുടെ മൈ ഫസ്റ്റ് വെബ് പേജ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്ത് ഞാനൊരു ഇമേജിനെ ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഫോൾഡറിനകത്ത് ഒരു ഇമേജിനെ കോപ്പി ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വെബ്സൈറ്റിനകത്ത് നമ്മളൊരു ഇമേജോ ഒരു ഐക്കണോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഫോൾഡറിനകത്ത് തന്നെ എന്തായിരിക്കണം, ആ ഒരു ഫയൽ അവൈലബിൾ ആയിരിക്കണം. ഇതിന് പുറത്തുള്ള ഒരു ഇമേജിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വെബ്സൈറ്റിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം എന്ന് പറയുന്നത്, നമ്മുടെ വെബ്സൈറ്റിനെ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോൾഡറിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് സെർവറിൽ കൊണ്ടിടുന്നത്. സോ സെർവറിൽ കൊണ്ടിടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു ഫോൾഡറിന് പുറത്തുള്ളൊരു ഇമേജ് ആ ഒരു സെർവറിനകത്ത് അവൈലബിൾ ആയിരിക്കത്തില്ല. സോ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ HTML ഫയലിനകത്ത് നമ്മുടെ വെബ്സൈറ്റിനകത്ത് എന്തൊക്കെ ഫയൽസ് ഉണ്ടോ ആ ഒരു ഫയൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രൊജക്റ്റ് ഫോൾഡറിനകത്ത് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിടേണ്ടതായിട്ടുണ്ട്. സോ ഞാനിവിടെ ഒരു ഇമേജ് നമ്മുടെ ഫോൾഡറിനകത്തോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഈ ഒരു ഇമേജിനെ ഇനി ഡിസ്പ്ലേ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, IMG എന്ന് പറയുന്ന ഒരു ടാഗ് യൂസ് ചെയ്തിട്ടാണ് ഒരു ഇമേജിനെ നമ്മുടെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ HTML ഇമേജസിനകത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് കാണാവുന്നതാണ്. സോ IMG ടാഗ് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് HTML ആട്രിബ്യൂട്ട്സ് എന്താണെന്നുള്ളത് നോക്കാം. സോ HTML ആട്രിബ്യൂട്ട്സ് പ്രൊവൈഡ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് HTML എലമെൻറ്റ്സ്. അതായത് ഒരു HTML ടാഗിന് അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, HTML ആട്രിബ്യൂട്ട്സിനെ യൂസ് ചെയ്യുന്നത്. ഓൾ HTML എലമെൻറ്റ്സ് ക്യാൻ ഹാവ് ആട്രിബ്യൂട്ട്സ്. അതുപോലെ തന്നെ ചില HTML ടാഗ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഇവിടെ ഇമേജിൽ IMG ടാഗിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണ് SRC എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യണം, ആ ഒരു ടാഗ് നെയിം കഴിഞ്ഞ ശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ആട്രിബ്യൂട്ടിനെ നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. സോ IMG ടാഗ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വെബ്സൈറ്റിനകത്തോട്ട് നമ്മൾ ഇമേജിനെ കൊണ്ടുവരുന്നു. ദെൻ ഒരു വെബ്സൈറ്റിനകത്ത് ഒരുപാട് ഇമേജസ് ഉണ്ടാവും അല്ലേ, അതിൽ ഏത് ഇമേജാണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഒരു ഇമേജിൻ്റെ പേര് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു SRCക്കകത്താണ്. സോ SRC = ഒരു ഡബിൾ കോഡ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇമേജിൻ്റെ പേര് അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. SRC കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഴ്സ്, ഏത് ഇമേജാണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഒരു ഇമേജിൻ്റെ പേര്. സോ ഇവിടെ SRC എന്ന് പറയുന്നത് IMG ടാഗിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു HTML ആട്രിബ്യൂട്ടാണ്. SRC എന്താണ് ചെയ്യുന്നത്, IMG ടാഗിന് അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുന്നല്ലേ. സോ ഇനി നമുക്ക് മെയിൻ ഹെഡിങ്ങിന് മുകളിലായിട്ടൊരു ഇമേജിനെ കൊണ്ടുവരാം. സോ അതിന് വേണ്ടിയിട്ട് IMG ടാഗ്, ദെൻ SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് = നമ്മുടെ ഇമേജിൻ്റെ പേരെന്ന് പറയുന്നത് flexbox.png ആണ്. ദെൻ ഇതിനെ ക്ലോസ് ചെയ്യുക. IMG ടാഗ് എന്ന് പറയുന്നത് ഒരു empty ടാഗാണ്, ക്ലോസിംഗ് ടാഗ് വരുന്നില്ല. സോ നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമേജ് പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഇമേജിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ കറക്റ്റ് ഇമേജ് തന്നെയാണ് ഇവിടെ ലിങ്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് നോക്കാം. ഓക്കെ, സോ ആ ഒരു ഇമേജ് എന്തായിട്ടുണ്ട്, ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇനി നമുക്ക് SRC പോലെ തന്നെ എനിക്ക് വേറൊരു ആട്രിബ്യൂട്ട് നമുക്ക് IMG ടാഗിൽ അവൈലബിൾ ആണ്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. സോ രണ്ടാമതൊരു ആട്രിബ്യൂട്ട് കൊണ്ട് കൊടുക്കാനായിട്ട് ഒരു സ്പേസ് ഇട്ടതിന് ശേഷം എനിക്ക് വിഡ്ത്ത് ഒരു 500 പിക്സൽ വേണം. സോ 500 കൊടുത്തു. നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന സമയത്ത് ഹൈറ്റും വിഡ്ത്ത് കൊടുക്കുന്നത് പിക്സൽ വാല്യൂസിലായിരിക്കും. സോ 500 പിക്സൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൻ്റെ 500 പിക്സലായിരിക്കും ആ ഒരു ഇമേജിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഹൈറ്റും ഞാൻ എന്ത് ചെയ്യാം, ഒരു 500 പിക്സൽ കൊടുക്കാം. സോ എന്തായിട്ടുണ്ട്, അത് കൊടുത്ത വിഡ്ത്തിനും ഹൈറ്റിനും അനുസരിച്ചിട്ട് ഇമേജ് അവിടെ ചുരുങ്ങിയിട്ടുണ്ട്. ഇനി എനിക്കൊരു വിഡ്ത്ത് കുറയ്ക്കാം, ഹൈറ്റ് കൂട്ടാം. സോ 600. ഓക്കെ, 600, വിഡ്ത്ത് 400, നമുക്കൊരു 1000 കൊടുത്ത് നോക്കാം. എന്തോ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. സോ ലെറ്റ് മീ ചെക്ക്. വിഡ്ത്ത് 400, ഹൈറ്റ് 1000. യെസ്, തിരിഞ്ഞുപോയി. ഞാൻ ഉദ്ദേശിച്ചത് വിഡ്ത്ത് 1000 കൊടുക്കാനും ഹൈറ്റ് ഒരു 400 ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് 600 കൊടുത്ത് നോക്കാം. ഇതെങ്ങനെ? ഓക്കെ, സോ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വിഡ്ത്തും ഹൈറ്റും അവിടെ സെറ്റായിട്ടുണ്ട്. ദെൻ IMG ടാഗിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണ് alt എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ഈ alt എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം ഇമേജ് ലോഡായില്ല എന്നുണ്ടെങ്കിൽ
അതിന് അൾട്ടർനേറ്റ് ആയിട്ടൊരു ടെക്സ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇമേജ് ലോഡ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അൾട്ടിനകത്ത് കൊടുക്കുന്ന ടെക്സ്റ്റ് ആയിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. ഓക്കെ, ആൻഡ് ഇമേജ് ഒന്ന് കൊടുക്കാം. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ടെക്സ്റ്റാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ യൂസറിന് എന്ത് മനസ്സിലാവും? ഓക്കെ, ഇവിടെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഇമേജ്, ഈ ഒരു നമ്മൾ അൾട്ടിനകത്ത് കൊടുക്കുന്ന ടെക്സ്റ്റ് കണ്ടിട്ട് യൂസറിന് മനസ്സിലാവും ഇങ്ങനെ ഒരു ഇമേജാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. സോ ആൻ ഇമേജ് ഓഫ് ആൻ ഓദർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓദർ എന്ന് കൊടുക്കാം. ഇനി ഞാനിവിടെ URL ഒന്ന് തെറ്റിച്ച് കൊടുക്കാം. സോ നിങ്ങളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻ ഇമേജ് ഓഫ് ആൻ ഓദർ എന്നുള്ള അൾട്ടിനകത്ത് കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് അവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. സോ അൾട്ട്, നമ്മളൊരു ഇമേജ് ആഡ് ചെയ്യുന്ന സമയത്ത് അൾട്ട് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇമേജ് ലോഡായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസറിനെ അറിയിക്കാനായിട്ട് പറ്റും എന്ത് ഇമേജാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. തിരിച്ചു കൊണ്ടുവരാം. സോ ഇമേജ് അവിടെ ലോഡായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു വെബ്സൈറ്റിൽ നിന്ന് വേറൊരു വെബ്സൈറ്റിലോട്ട് യൂസറിനെ എങ്ങനെ നാവിഗേറ്റ് ചെയ്ത് വിടാം എന്നുള്ളതാണ്. നമുക്കിപ്പോൾ W3 സ്കൂൾസിൻ്റെ വെബ്സൈറ്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ CSSൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? CSSൻ്റെ HTML ഫയൽ അവിടെ ലോഡ് ആവുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു വെബ്സൈറ്റിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? HTML ലിങ്ക്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിങ്ക്സ് അലോ യൂസേഴ്സ് ടു ക്ലിക്ക് ദെയർ വേ ഫ്രം പേജ് ടു പേജ്. സോ ഒരു ലിങ്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറയുന്നത് ആങ്കർ ടാഗാണ്, അഥവാ A ടാഗ്. സോ A കൊടുക്കുക. ആ ഒരു ആങ്കർ ടാഗിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണ് href എന്ന് പറയുന്നത്. href കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ്. അതായത് ഈ ഒരു ആങ്കർ ടാഗിന് ഓപ്പണിംഗ് ടാഗും ഉണ്ട്, ക്ലോസിംഗും ഉണ്ട്. അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വെബ് പേജിനകത്ത് ഡിസ്പ്ലേ ആവുന്നത്. സോ ആ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ട് പോകണം എന്നുള്ളത് നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത്? ഒരു hrefനകത്ത് നമുക്ക് പോവേണ്ട URL മെൻഷൻ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ പോവേണ്ടത് ഞാനൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ആദ്യം A ടാഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. VS കോഡ് എന്ന് കൊടുക്കാം. സോ നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ VS കോഡ് എന്ന് പറയുന്ന ലിങ്ക് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. എനിക്ക് VS കോഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് VS കോഡിൻ്റെ വെബ്സൈറ്റിലോട്ട് യൂസറിനെ പറഞ്ഞു വിടണം. സോ അതിനായിട്ട് എന്ത് ചെയ്യാം? VS കോഡിനകത്ത് ഞാൻ നേരത്തെ കാണിച്ച ആദ്യം href എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുക്കുക. അതിനകത്ത് ഞാൻ കോപ്പി ചെയ്ത URL. സോ ഒന്നും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലിങ്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ലിങ്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ VSൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിട്ടുണ്ട്? എനിക്ക് എങ്ങോട്ടാണോ പോവേണ്ടത് ആ ഒരു വെബ്സൈറ്റിലോട്ട് യൂസറിനെ നാവിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെയിം വെബ്സൈറ്റിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പുതിയ വെബ് പേജ് ലോഡായിട്ടുള്ളതല്ലേ. എനിക്ക് അങ്ങനെ വേണ്ട. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബ്രൗസറിൻ്റെ പുതിയൊരു ടാബിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? VS കോഡിൻ്റെ പേജ് ഓപ്പൺ ആവേണ്ടത്. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു A ടാഗിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണ് ടാർഗറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ടാർഗറ്റിനകത്ത് മൾട്ടിപ്പിൾ വാല്യൂസ് അവൈലബിൾ ആണ്. അതിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് സെൽഫാണ്. സോ നമ്മൾ ടാർഗറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സെൽഫാണ് അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഇനി എനിക്ക് ബ്ലാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓപ്പൺസ് ഡോക്യുമെൻറ്റിൻ്റെ ന്യൂ വിൻഡോ ഓർ ടാബ്. സോ നമുക്ക് ടാർഗറ്റിനകത്ത് ബ്ലാങ്ക് കൊടുക്കാം. സോ A ടാഗിൻ്റെ കൂടെ ടാർഗറ്റ് എന്ന് പറയുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാല്യൂസ് എല്ലാം കാണിക്കുന്നുണ്ട്. ആട്രിബ്യൂട്ട് കൊടുത്തു. ബ്ലാങ്ക് ആണ് എനിക്ക് വേണ്ടത്. സോ ഇനി തിരിച്ച് നമ്മുടെ ബ്രൗസറിൽ പോയിട്ട് VS കോഡിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ എന്തായിട്ടുണ്ട്? പുതിയൊരു ടാബിലാണ് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിങ്ക്സിലും ഇമേജസിനകത്ത് നോക്കേണ്ടത്. ഇത് കൂടെ എൻ്റെ കൂടെ ചെയ്തു വരണം. അതുപോലെ തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഒരു ഡോക്യുമെൻറ്റേഷനും വായിക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം.